നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പിനുള്ള അർജൻറ്റീന സ്ക്വാഡ് വേൾഡ് കപ്പ് കഴിഞ്ഞതോടുകൂടി അവർ ഡിസ്പേഴ്സ് ചെയ്തിരിക്കുകയാണ്. പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അർജൻറ്റീനയുടെ വേൾഡ് കപ്പ് സ്ക്വാഡ് ആ ഡെലിഗേഷൻ ഇപ്പോൾ തിരിച്ച് അർജൻറ്റീനയിൽ നിന്ന് US വന്ന് കളിച്ച് ഇനി തിരിച്ച് അർജൻറ്റീനയിലേക്ക് തന്നെ പോയിട്ടല്ല ഡിസ്പേഴ്സ് ചെയ്യുന്നത്. ഓൾറെഡി അവർ ഡിസ്പേഴ്സ് ചെയ്തു, അതായത് പിരിച്ചുവിട്ടു. ആ സംഘത്തെ അവർ പിരിച്ചുവിട്ടു. അതിൽ ലയണൽ മെസ്സി പടിയിറങ്ങി, അർജൻറ്റീന ക്യാമ്പിൻ്റെ പടിയിറങ്ങി. അദ്ദേഹവും റോദ്രിഗോ ഡീബോളും കൂടി മയാമിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ സ്പാനിഷ് സ്ക്വാഡ് എന്താണ് ചെയ്തത്? അവിടെ നിന്നേ പിരിച്ചുവിടുകയല്ല ചെയ്തത്. അവർ നേരെ മാഡ്രിഡിൽ ലാൻഡ് ചെയ്തു. അവിടെയാണ് അവർ ടീം ഒരുമിച്ചുള്ളത്. അവിടെ ഇനി ആഘോഷവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അർജൻറ്റീന ടീം ഓൾറെഡി പിരിച്ചു വിട്ട് കഴിഞ്ഞു. ഇനി നാട്ടിലേക്ക് പോയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. നാട്ടിലേക്ക് ടീം പോകുന്നുണ്ട്. അതിൽ പക്ഷേ എല്ലാ താരങ്ങളും പോകുന്നില്ല. 16 താരങ്ങൾ മാത്രമാണ് നാട്ടിലേക്ക് പോകുന്നുള്ളൂ. അവരിപ്പോൾ വിമാനം പറന്നുകൊണ്ടിരിക്കുന്നു. അർജൻറ്റീന ടൈം വൈകിട്ട് 5 മണിക്ക് അവിടെ എത്തും. നമുക്ക് ഇന്ത്യൻ സമയം ഏതാണ്ട് പുലർച്ചെയൊക്കെ ആയിരിക്കും അവരുടെ ടീം അവിടെ ലാൻഡ് ചെയ്യാൻ പോകുന്നത്. അതേസമയം ലയണൽ മെസ്സിയും ഡീബോളും ഓൾറെഡി പോയി കഴിഞ്ഞു, സ്ക്വാഡിൽ നിന്ന് പോയി കഴിഞ്ഞു. ആ സ്ക്വാഡ് പിരിച്ചുവിട്ടു എന്നർത്ഥം. അതായത് വേൾഡ് കപ്പിനുള്ള അർജൻറ്റീന സ്ക്വാഡ് പിരിച്ചുവിട്ടു. അത് ഒഫീഷ്യലി AFA സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ സ്ക്വാഡിന് വിമാനം ഏർപ്പെടുത്തി നാട്ടിലേക്ക് AFA കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അതിൽ മെസ്സിയും റോദ്രിഗോ ഡീബോളും ഇല്ല. അവർ മയാമിയിലേക്ക് പോയി. അവരെ കൂടാതെ ഈ വിമാനത്തിൽ നാട്ടിലേക്ക് മടങ്ങാത്തവരായിട്ടുള്ളത് എൻസോ ഫെർണാണ്ടസും ലൗട്രോ മാർട്ടിനസും ഹുലിയൻ അൽവാരസും ജെറോണിമോ റുള്ളിയും നിക്കോളാസ് പാസും ക്രിസ്ത്യൻ റൊമേറയും നാഹുൽ മൊളീനയും യുവാൻ മുസ്സോയുമാണ്. ഇവർ ഒന്നുകിൽ അവരുടെ ഡെസ്റ്റിനേഷനിലായിട്ടുള്ള യൂറോപ്പിൽ കളിക്കുന്നവർ അങ്ങോട്ടേക്ക് മടങ്ങും, അല്ലാത്തവർ വെക്കേഷനിൽ പോവും. അതൊക്കെയാണ് ഇപ്പോൾ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അല്ലാതെ അവർ നാട്ടിലേക്ക് പോകുന്നില്ല. അതേസമയം 16 താരങ്ങൾ, ആകെ 26 അംഗ സ്ക്വാഡാണല്ലോ വേൾഡ് കപ്പിന് പോയത്. സ്ക്വാഡ് പിരിച്ചുവിട്ടു. 16 താരങ്ങൾ AFA ഏർപ്പെടുത്തിയ വിമാനത്തിൽ ഇന്ന് ബ്യൂണസ് അയേഴ്സിലെത്തും. ആ 16 താരങ്ങൾ എമിലിയാനോ മാർട്ടിനസ്, ലിസാൻഡ്രോ മാർട്ടിനസ്, മാർക്കോസ് സെൻസി, ഫെക്കുണ്ടോ മെഡീന, നിക്കോളാസ് ഓട്ടാമെൻഡി, നിക്കോളാസ് ടാഗ്ലേഫിക്കോ, ഗോൺസാലോ മുണ്ടിയിൽ, ലിയാൻഡ്രോ പെരേഡസ്, അലക്സിസ് മെക്കലിസ്റ്റർ, വാലന്റിൻ ബാർക്കോ, ഇസിക്കിയൽ പെലാസിയോസ്, ജോവാനി ലോച്ചെൽസോ, നിക്കോ ഗോൺസാലസ്, തിയാഗോ അൽമെയ്ഡ, ഹുലിയാനോ സിമിയോണി, ഹോസെ മാനുവൽ ലോപ്പസ്. ഈ വേൾഡ് കപ്പ് സ്ക്വാഡ് പിരിച്ചുവിട്ടതിൻ്റെ ഭാഗമായിട്ട് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് AFA ഇറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്നത് അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ പ്ലേയേഴ്സിനും ഓൺ ബിഹാഫ് ഓഫ് പ്ലേയേഴ്സ്, കോച്ചിങ് സ്റ്റാഫ്, മാനേജ്മെൻറ്റ് ആൻഡ് ഓൾ ദി സ്റ്റാഫ് ഓഫ് അർജന്റീന നാഷണൽ ടീം വിഷസ് ടു എക്സ്പ്രസ് ഇറ്റ്സ് ഡീപ്പസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ടു എവറി അർജന്റീൻ ഹു സപ്പോർട്ടഡ് ദ ടീം ഡ്യൂറിങ് ദി 2026 വേൾഡ് കപ്പ്. വേൾഡ് കപ്പിൻ്റെ സമയത്ത് ടീമിനെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി പറയുകയാണ്. സ്ക്വാഡ് പിരിച്ചുവിട്ടത് അറിയിക്കുകയാണ്. എല്ലാ സ്റ്റേഡിയങ്ങളിലും എല്ലാ സിറ്റികളിലും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പല മൂലകളിൽ നിന്നും വന്നിട്ട് ടീമിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. വീണ്ടും നമുക്ക് ഫൈനലിലേക്ക് എത്താൻ പറ്റി നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരാധകർക്ക് നന്ദി പറയുന്നു. എന്നിട്ട് അതെങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്? താങ്ക് യു ഫോർ ഓൾവേസ് ബീയിങ് ദെയർ. എപ്പോഴും ഞങ്ങളെ കാത്ത് അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന നിങ്ങൾക്ക് നന്ദി പറയുന്നു. അത് എല്ലാ സന്തോഷങ്ങളിലും ബുദ്ധിമുട്ടേറിയ സമയങ്ങളിലും ഒപ്പം നിന്നതിന്. ഈ ദേശീയ ടീമിൻ്റെ ജേഴ്സിയെ നമ്മൾ ഒരുമിച്ചാണ് ഡിഫെൻഡ് ചെയ്തത്. ആ ഒരു പ്രൈഡ്, അർജൻറ്റീനയെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള പ്രൈഡ് നമുക്ക് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടാണ് ഡ്രൈവിംഗ് ഫോഴ്സ്, ചാലഞ്ചുകൾ നേരിടാനുള്ള ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നിലവിലെ വേൾഡ് കപ്പ് സ്ക്വാഡ് പിരിച്ചുവിട്ട വിവരം ഒഫീഷ്യലി AFA അറിയിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.